ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിഡിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ, സ്പാനിഷ് പോള. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെയ്യുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളുടെ സ്പെഷ്യൽ ഐറ്റാണ് ഈ ഒരു പോള റെസിപ്പി. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്രീമി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്പാനിഷ് പോളയിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നതായിട്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അവളിവിടെ 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നേരെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല, നല്ല നേരിയതാക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ 6 ഉരുളക്കിഴങ്ങും ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അടുത്തത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഇതിൽ ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉപ്പും കോൺഫ്ലവറും മുളകൊക്കെ കൂടി ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം അവളിത് നമ്മുടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം എത്രയാണോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മിക്സ് ഞാൻ പറഞ്ഞല്ലോ അധികം വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് എത്രയാണോ നിങ്ങളുടെ പാനിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അടിയിൽ നിന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് മുക്കി എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര എണ്ണം കൊള്ളുന്നോ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് നിൽക്കുക. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ ഉരുളക്കിഴങ്ങ് വേവണം, അത്രയേ വേണ്ടുള്ളൂ. ചെറിയ രീതിക്ക് കളർ മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ, ബിഗിനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് പൊട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മളിത് കോൺഫ്ലവറും വെള്ളവും കൂട്ടിയിട്ടില്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം വെള്ളം തെറിച്ചിട്ട് പൊട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്തതും ബാക്കിയുള്ളതും മൊത്തത്തിലായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് എടുത്തിട്ട് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മുഴുവൻ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം തനിയെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലായിട്ട് ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്പാനിഷ് പോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവളെടുത്തിട്ടുള്ള ഓയിൽ എന്ന് പറയുന്ന പൊട്ടാറ്റോ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തില്ല ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, കാരണം നല്ല ചൂടോട് തന്നെയാണ് നമ്മൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്കൊരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പാനിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലിങ്ക് തരുമോ, സ്റ്റീൽ തന്നെയാണോ, അടിക്ക് പിടിക്കുമോ, അങ്ങനത്തെ പല സംശയങ്ങളും ഞാൻ കണ്ട് കമൻസിലൂടെ. അപ്പോൾ ഈ ഒരു പാന് സ്റ്റീൽ തന്നെയാണ് കേട്ടോ, അടിക്കൊന്നും പിടിക്കുന്നില്ല. ഞാൻ പൊതുവെ ഫില്ലിംഗ് ഒക്കെ ഇതിൽ ഉണ്ടാക്കാറുണ്ട്, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടും ഉണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, ഞാൻ ഇത് UAE സമയത്ത് കാരിഫോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല പാൻ തന്നെയാണ്.
അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും പിന്നെ ഒരു 4-5 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നിങ്ങൾ എരിവ് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തന്നെ ഒരുപാട് പേസ്റ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം, അല്ലാതെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ളത് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതാണ്ട് 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓവർ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അനിയത്തിയുടെ പേര് സഹല എന്നാണ് കേട്ടോ. ഞാൻ ഒരുപാട് വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിതിൽ സവാളയിലൊന്നും ഇട്ടിട്ടില്ല, ഓൾറെഡി ചിക്കനിൽ മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടാറുന്നവരെ ഇത് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. വെയിറ്റ് ചെയ്യാം ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇപ്പോൾ നല്ലപോലെ ചൂടൊക്കെ തണുത്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മയോണൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മയോണൈസ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ്, കുരുമുളക് പൊടി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പിന്നീട് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ മയോണൈസ് ഇത്ര മാത്രം മതി കേട്ടോ. ഇത് പെർഫെക്റ്റ് ആണ്, ഇത്രയൊക്കെ മാത്രം മതിയേ. അടുത്തത് നമുക്ക് പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗീ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏത് ടൈപ്പ് ഗീ കൊടുക്കുക, നല്ല ഫ്ലേവറൊക്കെ ഉള്ള എടുത്ത് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരല്പം, അതായത് 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ടേ, ഫസ്റ്റ് ലെയറായിട്ട് ഒരല്പം മതി, ഇത്രക്ക് മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നേരത്തെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ പാൻ്റെ അടിഭാഗം മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, ഈ ഒരു മുട്ടയുടെ മുകളിലായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ നേരെ പകുതിയായിട്ട് ഫസ്റ്റ് ലെയറിൽ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ അട്ടിക്കട്ടിക്കാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അത്ര മാത്രമല്ല ഫില്ലിംഗ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടില്ലേ, അത് മൊത്തത്തിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം തന്നെ മൊത്തത്തിലായിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നേരത്തെ മുട്ടയുടെ മിക്സിൻ്റെ ബാക്കിയില്ലേ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ സൈഡ് കൂടി വട്ടത്ത് ചുറ്റിച്ചെടുത്തതിന് ശേഷം മിഡിൽ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോള സെറ്റ് ചെയ്തതിന്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അതായത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മുടെ പാന്, ഈ ഒരു സെറ്റ് ചെയ്ത പാൻ മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ വെച്ച് കൊടുക്കണേ. കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എന്തായാലും ഒരു 20 മിനിറ്റ് വേണം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുകൾ ഭാഗമൊക്കെ ആറി വന്ന് അടിഭാഗമൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കിട്ടുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നും സൈഡൊന്നും ഒട്ടിപ്പിടിച്ചില്ല, നല്ല അടിപൊളിയായിട്ട് വിടിയിച്ച് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത മെയിനായിട്ടുള്ള പരിപാടി, ഇത് വേറൊരു പാനിലേക്ക് ഞാൻ ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അടിയൊക്കെ കാണുമ്പോൾ നല്ല മൊഞ്ചില്ലേ, ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കുറച്ചൊരു ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒരു 5-6 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പാനിഷ് പോള റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയല്ല, ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ചിക്കന് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പുറമേ നല്ല സോഫ്റ്റ്, ഉള്ളിൽ നല്ല ക്രീമി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള കിഡിലെ നൈറ്റാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്